എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 2025 കൊറിയൻ ന്യൂ ഇയറിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ദിവസം തന്നെ രാവിലെ ഞാനും ഒപ്പായും ഉമ്മായും ആബൂജിയും നമ്മൾ 4 പേരൂടെ എന്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അറിയാൻ വയ്യ. ഉമ്മയാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഭയങ്കരമായിട്ട് മഞ്ഞ് വീണത് കാരണം നമ്മളെ വിചാരിച്ചു ഒറ്റയ്ക്ക് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാവരുടെ വലിഞ്ഞു കയറി ഉമ്മയുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വന്നത് ഇമാർട്ട് എന്ന് പറയുന്ന സ്റ്റോറിലാണ് വന്നേക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കൊറിയൻ ന്യൂ ഇയറിന് ഒന്നും ഉണ്ടാക്കാറില്ല എന്നുള്ള കാര്യം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് മിക്കുള്ള എല്ലാ ഫുഡും കൊണ്ടുവരാറുണ്ട്. അവർ ഭയങ്കര ക്വാണ്ടിറ്റി കൂടുതലായിട്ടാണ് അവർ ഉണ്ടാക്കുന്നത് അവിടെ. അപ്പോൾ അവർ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും വീട്ടിൽ നിന്ന് സൂപ്പ് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇത് നോക്കിയേ, ഇതിപ്പോൾ ഇവിടെ സ്ട്രോബെറിയുടെ സീസണാണ്. അപ്പോൾ ഇവിടെ വെള്ള കളറുള്ള സ്ട്രോബെറി ഇരിപ്പുണ്ടായിരുന്നു. എന്നെപ്പോലെ സ്ട്രോബെറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താണെന്നറിയത്തില്ല, എനിക്ക് സ്ട്രോബെറിയോട് വലിയ താല്പര്യമില്ല. എനിക്ക് ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനുശേഷം ഉമ്മ പറഞ്ഞു ഉമ്മ ഷോപ്പിങ്ങിന് ചെയ്തോളാം, നമ്മൾ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ഞാനും ഒപ്പായും കൂടെ വന്ന് നമ്മൾ ഓമുഗ് എന്ന് പറയുന്ന സാധനമാണിത്, ഫിഷ് കേക്കാണ്. അത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ആബൂജിയാണ് നമ്മുടെ ക്യാമറമാൻ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കാണാം ഒപ്പാട 2 സിസ്റ്റേഴ്സും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു രാത്രി അവിടെ അവർ താമസിച്ചു. അവിടെ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞ് നേരെ രാവിലെ നമ്മുടെ വീട്ടിലോട്ടാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ കൊറിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ കൊറിയൻ ന്യൂ ഇയറിലായാലും അതേപോലെ തന്നെ ചൂസകം എന്ന് പറയുന്ന ആ ടൈമിലായാലും മരുമക്കളെല്ലാവരും അവരുടെ അമ്മായിയമ്മയും അമ്മായിയച്ഛനും താമസിക്കുന്ന എവിടെയാണോ അവിടെ പോകണം. അവിടെ പോയിട്ട് ഫുഡെല്ലാം കൂടെ ഒരുമിച്ച് അമ്മായിയമ്മയുടെ കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ സ്വന്തം വീട്ടിലോട്ട് വരാറുള്ളൂ. ഇത് പണ്ടത്തെ ട്രഡീഷനാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ന്യൂ ഇയറിൻ്റെ അന്നത്തെ ദിവസം രാവിലെ പോയി കൊറിയൻ ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് തിരിച്ചു വരുമായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒപ്പാടെ ഫാമിലി എന്ന് പറഞ്ഞാലും പണ്ടത്തെ ആ ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ പണ്ടത്തെ എന്നല്ല, ഇവർക്ക് കുറച്ച് പ്രായമുള്ളവരായത് കാരണം തന്നെ പണ്ടത്തെ ആ രീതിയിൽ ഫോളോ ചെയ്യാനാണ് ഇവർക്ക് ഇഷ്ടം. അങ്ങനെ അവർ ഇന്നലെ തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ പോയി അതെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് അവിടെ പോയി പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ചിട്ടാണ് അവർ വന്നേക്കുന്നത്. പണിയെടുക്കാനായിട്ടൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. ഇവരുടെ അമ്മായിയമ്മമാരും ഉമ്മായെ പോലെ തന്നെയാണ്, ഭയങ്കര പഞ്ചപാവങ്ങളാണ്, ഭയങ്കര സ്നേഹമാണ്. ഇവരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് കൊറിയൻ ന്യൂ ഇയറിൻ്റെ അന്ന് മാത്രം വന്ന് വിഷ് ചെയ്തിട്ട് പോയാൽ മതി, അല്ലാതെ തലേദിവസം രാത്രി വന്ന് ഫുഡ് ഉണ്ടാക്കി കഷ്ടപ്പെടുമെന്ന് വേണ്ടെന്ന്. പക്ഷേ ഇവർ പോവുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന പിക്ചർ ഉണ്ടല്ലോ, ഇത് മൂത്ത സിസ്റ്ററിൻ്റെ മോള് വരച്ചതാണ്. ഇപ്പോൾ കണ്ട കുഞ്ഞുണ്ടല്ലോ ഭയങ്കരമായിട്ട് വരയ്ക്കും, അടിപൊളിയായിട്ട് വരയ്ക്കും. അതേപോലെ തന്നെ മൂത്ത സിസ്റ്ററും നല്ല ആർട്ടിസ്റ്റാണ്, അതേപോലെ തന്നെ പിയാനോസ്റ്റാണ്. ഇവരുടെ ഒപ്പാടെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാൾ. എന്ത് ചെയ്യാനാ, ബാക്കി എല്ലാവർക്കും ഭയങ്കര കഴിവുകളാണ്. ചിത്രം വരയ്ക്കും, അതുപോലെ തന്നെ പിയാനോയിസ്റ്റാണ്, പിന്നെ ഗിത്താറിസ്റ്റ്, അങ്ങനെയുള്ള കുറേ എല്ലാവർക്കും ഭയങ്കര കഴിവുകളുള്ള ഒരു ഫാമിലിയാണ് കേട്ടോ ഇത്. ഞാൻ മാത്രമാണ് കഴിവുകളൊന്നും ഇല്ലാത്തൊരാൾ. അങ്ങനെ അതിനുശേഷം ഇത് ഒപ്പാടെ മൂത്ത സിസ്റ്റർ തന്നതാണ് കേട്ടോ. അവരുടെ ഇല്ലോസ് ഫസ്റ്റ് സിസ്റ്ററിന് കഴിക്കാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടും വിചാരിച്ചിട്ട് എനിക്കത് കൊണ്ടുതന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ ചെജു ഐലൻഡിലുള്ള പണ്ടത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ്. അതിൻ്റെ ഇതിലുണ്ടാക്കിയ ചോക്ലേറ്റാണ്. അപ്പോൾ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അനിയത്തിയുടെ ഡ്രസ്സാണ്. അവൾ വാങ്ങി വെച്ചിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അതിനുശേഷം നമ്മൾ എല്ലാവരും ചേർന്ന്, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനല്ല കേട്ടോ, ഞാൻ ക്യാമറ ഓമനി ആയത് കാരണം തന്നെ ഞാൻ കുക്കിങ്ങോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. ഒപ്പാടെ സിസ്റ്റേഴ്സ് ഉമ്മയാണ് ചെയ്യുന്നത്. ഉമ്മ ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചുമിക്കി എന്ന് പറയുന്ന സ്റ്റോറിൽ പോയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്ന ബ്ലാക്ക് ഡ്രസ്സ് കൊള്ളാമെന്നാണ്. അപ്പം എനിക്കും ഒന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു, ഉമ്മാക്കും ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സെയിം പാറ്റേണിലുള്ള ഡ്രസ്സ് ഇല്ലാത്തത് കാരണം ഉമ്മാക്ക് സെപ്പറേറ്റ് പാറ്റേൺ, ഞാൻ ആ വീഡിയോയിൽ ഇട്ടിരുന്ന ആ സെയിം പാറ്റേൺ തന്നെ കേട്ടോ കിട്ടിയത്. പിന്നെ അതിനുശേഷം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഫുഡൊന്നും ഉണ്ടാക്കാറേ ഇല്ല. നമ്മൾ ഒപ്പാടെ രണ്ടാമത്തെ സിസ്റ്റർ വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അവിടെ ഒരു വലിയ പാക്കറ്റ്, ഒരു വലിയൊരു സഞ്ചി എന്ന് പറയാം, നമുക്ക് വലിയൊരു സഞ്ചി നിറയെ കുറേ ഫുഡും കൊണ്ടാണ്
കൊണ്ടാണ് അവർ വന്നത്. അങ്ങനെ ആ ഫുഡെല്ലാം കൂടെ നമ്മൾ ഇനിയിപ്പം ചൂടാക്കി കുക്ക് ചെയ്ത് കഴിക്കണം. ഒപ്പം ഇപ്പോൾ കോരിയെടുക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ചപ്ചെ എന്ന് പറയും. ഇത് കൊറിയൻ ന്യൂ ഇയറിൽ അല്ലെങ്കിൽ കൊറിയയിൽ എന്ത് വിശേഷം ഉണ്ടെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാക്കിയിരിക്കേണ്ട ഡിഷുകളിൽ ഒന്നാണ് ചപ്ചെ എന്ന് പറയുന്ന ഐറ്റം. ചപ്ചെ എന്ന് പറഞ്ഞാൽ സ്റ്റിർ ഫ്രൈഡ് ഗ്ലാസ് നൂഡിൽസാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ. എൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാനും അടിപൊളിയായിട്ട് അത് ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനമാണ് കൽബി എന്ന് പറയും. ഇത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറുതായിട്ട് എല്ലേ കൽബി എന്ന് പറയുന്നുണ്ട്. അത് നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത വാരലിൻ്റെ സൈഡിലുള്ള മീറ്റാണ്. പിന്നെ ചിം കൽബി എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടിരിക്കുന്ന വാരലിൻ്റെ സൈഡിലുള്ള മീറ്റാണ്. അപ്പോൾ ഈ നോർമലി ഈ ടൈമിലൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലേ കൽബി എന്ന് പറയുന്ന ഈ ചെറുതായിട്ട് കട്ടി കുറഞ്ഞ ആ മീറ്റാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ജോലിയൊന്നും എടുത്തില്ല നിങ്ങൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഈ മുട്ട നോക്കിയേ, അതായത് ഈ റൈസ് കേക്ക് സൂപ്പിൽ ഉണ്ടാക്കുന്ന മുകളിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മുട്ട മഞ്ഞ കളറും വെള്ള കളറും സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അത് ഞാനാണ് ചെയ്തത്. ഓക്കെ. പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കിയ ഫുഡ് എന്ന് പറഞ്ഞാൽ റൈസ് കേക്ക് സൂപ്പാണ് ഉണ്ടാക്കിയത്. കൊറിയൻ ന്യൂ ഇയറിൽ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഫുഡുകളിൽ ഒന്നാണ്, മെയിൻ ഫുഡാണ് റൈസ് കേക്ക് ഇട്ടിട്ടുള്ള സൂപ്പ്. അപ്പോൾ അത് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ പ്രാർത്ഥന എല്ലാം കഴിച്ചു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പിന്നെ ഫുഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയൻ ന്യൂ ഇയർ വിഷ് ചെയ്യുകയാണ്. നമ്മൾ ഏറ്റവും പ്രായത്തിനും മൂത്തവരടുത്താണ് വിഷ് ചെയ്യുന്നത്. അങ്ങനെ ഇന്നത്തെ ക്യാമറമാൻ നമ്മൾ ഈ കൊറിയൻ ന്യൂ ഇയർ വിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറമാൻ എന്ന് പറഞ്ഞാൽ ഒപ്പാടെ മൂത്ത സിസ്റ്ററിൻ്റെ മൂത്ത മോനാണ്. നിങ്ങൾ കണ്ടു കാണുമല്ലോ, അവൻ ഒപ്പായെ പോലെ ഇരിക്കുന്നു എന്ന് പലരും മുമ്പൊരു നൂഡിൽസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം ആണ്, കാണാൻ ഏകദേശം ഒരേപോലെയാണ്, നടത്തവും എല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അവനെ കാണുന്ന സമയത്തല്ല ഒപ്പാടെ കുഞ്ഞിലത്തെ അതാണ് ഓർമ്മ വരുന്നതെന്ന് എനിക്ക്. അങ്ങനെ നമ്മൾ കൊറിയൻ ന്യൂ ഇയർ വിഷ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാലേ കൊച്ചുമക്കളെ കാട്ടി ഉമ്മാടത്തും ആബോച്ചിയുടെ അടുത്ത് സ്നേഹം ഇവിടുത്തെ പട്ടിക്കുട്ടികൾക്കാണ്. നമ്മുടെ വീട്ടിലെ പട്ടിക്കുട്ടി അതേപോലെ തന്നെ ഒപ്പാടെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. ഉമ്മയെ ആബുജയും വിട്ട് മാറുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ കൊറിയൻ ന്യൂ ഇയർ വിഷ് ചെയ്തതിന് ശേഷം ആബുജി നമ്മൾ ഓരോരുത്തരടുത്തും ഫാമിലിയിൽ നിന്ന് ഓരോ ഫാമിലി, ഇപ്പം ഞാനും ഒപ്പായും ഒപ്പാടെ മൂത്ത സിസ്റ്റർ ഹസ്ബൻഡ് രണ്ടാമത്തെ സിസ്റ്റർ ഹസ്ബൻഡ് അങ്ങനെ 3 ഫാമിലി അല്ലേ. അപ്പോൾ 3 ഫാമിലിയെടുത്തും ഈ ഇയറിലുള്ള എന്ത് കാര്യമാണ് അവർ ആഗ്രഹിക്കുന്ന അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇയർ ഫുള്ള് ഒമ്മായും ആബുജി അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒപ്പാടെ സിസ്റ്റേഴ്സ് അവരുടെ കുട്ടികളുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നമുക്ക് പിന്നെ കുട്ടികളില്ലാത്തത് കാരണം നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റേത്. പിന്നെ ഈ ഇയറിൽ നമുക്ക് കുട്ടികൾ വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇനി കുട്ടികളുടെ ഊഴമാണ്. കുട്ടികളും ഒമ്മാക്കും ആബോജിക്കും വിഷ് ചെയ്തു. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ വിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൊറിയൻ ട്രഡീഷനാണ് ഇങ്ങനെ വിഷ് ചെയ്യുന്നത്, അല്ലാതെ ഒരു മതാചാരമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ. ഇനി ഈ വിഷ് ചെയ്യുന്ന കണ്ടിട്ട് ഇനി ഈ മതത്തിൽ ഇങ്ങനെ അല്ല, ഈ മതത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കഴിഞ്ഞ ന്യൂ ഇയറിലുള്ള വീഡിയോയിൽ ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് കൊറിയൻ ട്രഡീഷണൽ ആയിട്ടുള്ള കൾച്ചറാണ്, അതിനും ഒരു മതമായിട്ട് ആരും ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിനുശേഷം ഇവിടെ കുട്ടികൾക്ക് ഒമ്മായും ആബോജിയും ന്യൂ ഇയർ വിഷായിട്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയില്ല. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ആബോജിയുടെ മൂത്ത സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു ടൈമിലാണ് ഇവർക്ക് ക്യാഷ് കിട്ടാറ്. കൊറിയൻ ന്യൂ ഇയറിന് മാത്രമാണ് ക്യാഷ് കിട്ടാറ്. അതുപോലെ തന്നെ ഇവരിപ്പോൾ കുറച്ച് വലുതായത് കാരണം ഇവർക്ക് കിട്ടുന്ന ക്യാഷ് അവരുടെ പാരൻസിന് കൊടുക്കണ്ട, അവർക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ സിസ്റ്റേഴ്സും ബ്രദേഴ്സും പരസ്പരം നമ്മൾ കൊറിയൻ ന്യൂ ഇയർ വിഷ് ചെയ്തു. അതിനുശേഷം ഇനി നമ്മൾക്ക് കൊച്ചു കുട്ടികൾ നമുക്ക് കൊറിയൻ ന്യൂ ഇയർ പറയുന്നതാണ്. അതിന് ഇനി ഇവർക്കും കൊടുക്കണം ക്യാഷ്. അപ്പോൾ ഞാൻ ഒപ്പടുത്ത് പറയുകയും ചെയ്തു, നമുക്ക് കുട്ടികളുണ്ടായിട്ട് വേണം ഈ കൊടുത്തതെല്ലാം നമുക്ക് തിരിച്ച് വാങ്ങാനെന്ന്. അങ്ങനെ കുട്ടികൾക്കും ഓരോ ഫാമിലീസിൽ ഉള്ള ഓരോരുത്തർ ഓരോ വിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇവരുടെ പഠിത്തത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. 이번 연도에도 아프지 말고 건강하고 행복하게 잘 지냈으면 좋겠어. 싸우지 말고 서로. 네, 올해도 다들 건강하고 특히 부모님 말씀 순종하는 게 가장 중요해요. 그러니까
재현 이제 다들 중학교 놀랐고 재현이 곧 있으면 이제 군대 갈 텐데 재현이가 말을 잘 안 들어요. 다들 순종이 중요한 거야. 삼촌 봐봐 얼마나 잘 순종하니. 올해는 잘 순종하고 우리 모든 가족이 다 같이 그 하나님 안에서 더욱더 하나 되고 즐거웠으면 좋겠습니다. 언니 새해 복 많이 받아. 네, 안아줘야지. 그래서 아니, 두 손으로 감사합니다. 얘는 얘 삼촌도 안아줘야지. 얼굴이 너무 행복하네. 미스 코리아 당선된. 애들이 행복해. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും ഒപ്പായും ഒപ്പായുടെ രണ്ടാമത്തെ സിസ്റ്റർ ഹസ്ബൻഡും കുട്ടികളെല്ലാം അവിടെ ചേർന്നിട്ട് പാങ് എന്ന് പറയുന്ന ഒരു ഗെയിമുണ്ട്. അത് കളിച്ചു. അത് അടിപൊളി ഗെയിമാണ്. ഇതെന്ന് പറഞ്ഞാൽ കള്ളനും പോലീസും കളിക്കുന്ന പോലെ തന്നെയാണ്. ഒരു പോലീസ് കാണും, പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ കാണും, പിന്നെ അതേപോലെ തന്നെ ഒരു കള്ളൻ കാണും, കള്ളനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഈ നമ്മൾ കാർഡ് വെച്ചിട്ട് പാങ് പാങ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, പോലീസ് കള്ളനെ കൊല്ലാൻ പറ്റും, കള്ളൻ പോലീസിനെ കൊല്ലാൻ പറ്റും. അപ്പോൾ ജയിക്കുന്ന ആരാണ്, അങ്ങനത്തെ ഒരു ഗെയിമാണ്. അത് നമ്മളത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഒപ്പാടം പോത്ത സിസ്റ്ററും ഹസ്ബൻഡും അവർ ഭയങ്കര ക്ഷീണിച്ചാണ് വന്നത്. കാരണം അവർ രാത്രി മുഴുവനും പോയി ഉണർന്ന് ഇരുന്നെന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്കറിയാൻ വയ്യ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ഭയങ്കര ആഘോഷത്തിലാണ് ഈ ഗെയിം കളിച്ചത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്കാണെങ്കിൽ ഈ ഗെയിം കളിക്കാനങ്ങോട്ട് അറിയത്തില്ല. പിന്നെ എപ്പോഴും ഒപ്പായാട്ടോ മിക്കുള്ള ഗെയിമും ജയിക്കുന്നത്. അപ്പോൾ ഒപ്പാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഗെയിമൊക്കെ ജയിക്കാൻ വേണ്ടിയിട്ട്. ജയിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, കളി കറക്റ്റ് അറിഞ്ഞിടാത്തവരോട് കളിക്കുന്ന വെച്ചാൽ എന്തായാലും കളി അറിയാവുന്ന ആൾ ജയിക്കുമല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഗെയിമും അടിപൊളിയായിട്ട് കളിച്ചു. ഇനി വൈകിട്ടത്തെ ഫുഡ് ഇവിടെ നിന്നാണ് എല്ലാവരും കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ കൊറിയൻ ന്യൂ ഇയർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.